ചൈനയുൾപ്പെടെയുള്ള വൻ സാമ്പത്തിക ശക്തികളോട് വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ ഇറാനുമായുള്ള സംഘർഷത്തിന് ഒരുങ്ങുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ വിഷയത്തിൽ 24 മണിക്കൂറിനുള്ളിൽ 2 പ്രസ്താവനകളാണ് ട്രംപ് പ്രധാനമായും ഇറക്കിയത്. ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുവാനും ആവശ്യപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ചൊവ്വാഴ്ച ട്രംപ് ഒപ്പുവെച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ സുപ്രധാന പ്രസ്താവനകൾ. ഇറാൻ തന്നെ വധിച്ചാൽ പിന്നെ അവർ ബാക്കിയുണ്ടാകില്ലെന്നും ഒന്നും അവശേഷിപ്പിക്കാതെ മുഴുവനായി ഇറാൻ നാമാവശേഷമാക്കാൻ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയതുമായിട്ടാണ് ട്രംപ് നടത്തിയ പ്രതികരണം. ട്രംപിനും മറ്റ് US ഉദ്യോഗസ്ഥർക്കുമെതിരായ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വർഷങ്ങളായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ട്രംപിനെ വധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സെപ്റ്റംബറിൽ ഇറാൻ നിർദ്ദേശിച്ചതായിട്ടുള്ള ആരോപണം വൈറ്റ് ഹൗസ് ഉയർത്തുന്നുണ്ട്. നേരത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ട്രംപിനെ കൊല്ലാനുള്ള ഇറാന്റെ നീക്കം പരാജയപ്പെട്ടതായി നവംബറിൽ വൈറ്റ് ഹൗസ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അസംസ്കൃത എണ്ണ ഉൽപ്പാദകർക്ക് മേൽ ഏകപക്ഷീയമായ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഊർജ്ജ വിപണികളെ അസ്ഥിരപ്പെടുത്തുമെന്നാണ് ഇതിനോട് ഇറാൻ പ്രധാനമായി പ്രതികരിച്ചത്. എണ്ണ വിപണിയെ അരാഷ്ട്രവൽക്കരിക്കുന്ന ഈ ഊർജ്ജ സുരക്ഷയ്ക്കുള്ള സുപ്രധാന പ്രശ്നം കൂടിയാണ്. എണ്ണ ഉൽപ്പാദകർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും എണ്ണ ഊർജ്ജ വിപണികളെ അസ്ഥിരപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്നും ഇറാൻ എണ്ണ മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാനുമായുള്ള ആണവ സമാധാന കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ തകർക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അതിശയോക്തിപരമാണെന്നും സമൂഹമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമാക്കാൻ ഉടൻ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നും യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിൽ വലിയ ആഘോഷം നടത്തുമെന്നും ട്രംപ് കുറിക്കുകയുണ്ടായി. ആണവ സമ്പുഷ്ടീകരണം ആരോപിച്ച് ഏറെക്കാലം US-ഉം സഖ്യകക്ഷികളും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2015 ഒബാമ ഭരണകൂടമാണ് ഉപരോധം ഭാഗികമായി പിൻവലിച്ചിരുന്നത്.